ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തനംതിട്ട സീരിയലിന് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നമ്മുടെ പത്തരമാറ്റിലെ നാഗേന്ദ്രന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പോകുവാണ് നമ്മുടെ ആദർശ് കേട്ടോ. അങ്ങനെ ആദർശ് നയനെടുത്ത് പറയുന്നുണ്ട്, അതെ നയനെ, ഇതിന്റെ ഉള്ളില് വേറെ പല ചതികളുള്ളതോട്ടെ എനിക്ക് തോന്നുന്നത്. അപ്പച്ചി ഒരു ഡയമണ്ട് നെക്ലസ് എടുത്തു എന്ന രീതിയിൽ ഇത്രയും പേടിക്കില്ല. ഇതിന് പുറകില് വേറെ എന്തോ വലിയൊരു ചതി കൂടി സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയാ ആദർശേട്ടാ. ആ ഒരു നെക്ലസിന്റെ കാര്യം മാത്രമല്ല, വേറെ എന്തൊക്കെയോ സംഭവം ഇതിന് പിന്നിലുണ്ട്. ആദർശേട്ടന്റെ അപ്പച്ചി നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. അവരിതുപോലെ പേടിച്ച് ഞാനിതിനു മുമ്പ് കണ്ടിട്ടുമില്ല. അതെ, ആ ചതി എന്താന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അതിനു വേണ്ടി ഞാൻ നാഗേന്ദ്രനായിട്ട് കുറച്ച് അടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുക. അത് ശരിയാ. അല്ലെങ്കിലും അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് അയാളെ തെറ്റ് ചെയ്ത അയാളെ കുറ്റക്കാരനാക്കി ഇവിടുന്ന് പറഞ്ഞു വിട്ടതിന്റെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലാണ് അയാൾ ഇത്രയും നാൾ നിന്നത്. പക്ഷെ നമ്മൾ അതെന്താന്ന് കണ്ടുപിടിച്ച് അത് ഓക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പഴയ പോലെ തന്നെ മുത്തശ്ശന്റെ വിശ്വസ്തനായിട്ടുള്ള ആ ഒരു മരുമകനാവും. അങ്ങനെയാണെങ്കിൽ പുറത്ത് പോകേണ്ടവർ പുറത്ത് പോവുകയും പുറത്ത് നിൽക്കുന്നവർ അകത്ത് വരേണ്ടവരാണെങ്കിൽ അവരകത്ത് കയറ്റുകയും ആണ് ആദർശമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതെ, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അതിന്റെ തയ്യാറെടുപ്പിൽ. എന്തായാലും നയനെ, ഞാനതൊന്ന് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരാം. ശരി, സൂക്ഷിച്ചു വേണം. നാഗേന്ദ്രന് നല്ല ദേഷ്യവും പകയും നമ്മുടെ അടുത്ത് എല്ലാവർക്കും ഉണ്ട്. അത് ആദർശേട്ടന് അറിയാലോ. പ്രത്യേകിച്ച് ആദർശേട്ടനടുത്തും നന്ദുവിനോടും എനിക്കതെല്ലാം അറിയാം. പക്ഷെ എനിക്കിപ്പോൾ അയാളോട് ദേഷ്യമോ പകയോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അയാളെ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആദർശ് നേരെ നാഗേന്ദ്രന്റെ അടുത്തേക്ക് പോവാണ്. നാഗേന്ദ്രൻ ആദർശിനെ കാണുമ്പോൾ തന്നെ, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അല്ല, നിന്റെ ആരും ഇവിടെ ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാനൊരു ശത്രുവായിട്ടല്ല വന്നിരിക്കുന്നത്. നീ പിന്നെ ശത്രു അല്ലാതെ എൻ്റെ മിത്രമാണോ? അങ്ങനെ അങ്ങനെ അങ്കിളിനെ കാണാൻ പറ്റുമെങ്കിൽ ശരി. അങ്കിളോ? ആരാണ് നിന്റെ അങ്കിള്? അല്ല, എൻ്റെ അപ്പച്ചനെ വിവാഹം കഴിച്ച ആളിനെ അങ്കിളെന്നല്ലേ വിളിക്കേണ്ടത്? ഓഹോ, പുതിയ അടവായിട്ട് വന്നിരിക്കാനല്ലേ നീ? എന്നെ ചതിക്കാൻ വേണ്ടി നിന്റെ മുത്തശ്ശനാണോ വേറൊരു രീതിയിൽ നീ ഇപ്പൊ സ്നേഹത്തോടെ വന്നിരിക്കുന്നത്? നീ എനിക്ക് മനസ്സിലായി. അദ്ദേഹം അതല്ല, അതിനപ്പുറവും ചെയ്യും. അല്ലെങ്കിൽ മുമ്പും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളുടെ മുത്തശ്ശനെ ഇല്ല. അയാൾക്ക് കുറെ ബിസിനസ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. മനുഷ്യനെ മനസ്സിലാക്കാനും സ്നേഹം മനസ്സിലാക്കാനുള്ള കഴിവ് നിന്റെ മുത്തശ്ശനെ പണ്ടേ ഇല്ല. ആദർശ് പറയുന്നുണ്ട്, അത് അങ്കിള് പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. മുത്തശ്ശൻ എടുത്തു ചാടി കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ തറവാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ട് പോലും ഉണ്ട്. അതുപോലെ തന്നെ അങ്കിളിനെ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതെന്നുള്ള കഥകളൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് കഥ മനസ്സിലായെന്ന്? നിനക്ക് ഒരു കഥയും മനസ്സിലായിട്ടില്ല. ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾ പോകുന്നുമില്ല. അതൊക്കെ മനസ്സിലായിട്ട് എന്തിനാണ്? എൻ്റെ നല്ല പ്രായമെല്ലാം കഴിഞ്ഞു പോയി. എൻ്റെ മക്കളെ നല്ല പ്രായത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ആ ഒരു കുടുംബത്തിൽ എന്നോടുള്ള വിശ്വാസം അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം പോയി. എല്ലാത്തിനും കാണക്കാരി അവളാ, ആ ജലജ. അപ്പച്ചിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതലേ കാണുകയാണല്ലോ എന്നെ. ഞാൻ പണത്തിനും സ്വർണത്തിനും വേണ്ടി അപ്പച്ചി ആരെ വേണമെങ്കിലും ചതിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യും. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ ഇടയ്ക്കാണ് ഞാൻ ആ ഒരു മഹാസത്യം അറിയുന്നത്. എന്ത് സത്യം നീ അറിഞ്ഞത്? അത് അങ്കിള് ഒരു തെറ്റുകാരനും അല്ലെന്ന്. അത് നിന്നോട് ആര് പറഞ്ഞു? അത് നമ്മുടെ ശങ്കരേട്ടനാ പറഞ്ഞത്. ആ ഒരു നെക്ലസിന്റെ കഥ എല്ലാം എന്നോട് പറഞ്ഞു. ഓഹോ, അപ്പോൾ ആ കഥകളൊക്കെ നിന്നോട് പറഞ്ഞു അല്ലേ? എന്നിട്ട് നീ അതൊക്കെ വിശ്വസിച്ചോ? പിന്നെ വിശ്വസിക്കാതെ? അപ്പച്ചിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. കൊള്ളാം, നീ അത് വിശ്വസിച്ചു. അപ്പൊ നിനക്ക് മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നിന്റെ തറവാട്ടിലെ പല ആൾക്കാർക്കും ആ കഴിവില്ല. നിന്റെ മുത്തശ്ശന, നിന്റെ അച്ഛന, നിന്റെ ഇളയച്ഛന, അവരുടെ ഭാര്യമാർക്ക് ആർക്കും ആ കഴിവില്ല. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു, ആട്ടി പുറത്താക്കുമായിരുന്നു, ചവിട്ടി നെതച്ച് പുറത്താക്കുമായിരുന്നു. എന്നെ എത്ര വട്ടം അവർ അടിച്ചു പുറത്താക്കിയെന്നറിയാവോ? പക്ഷെ ഒരു അടി പോലും ഞാൻ തിരിച്ചു കൊടുത്തില്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ പറഞ്ഞ് പടിക്ക് പുറത്ത് നിർത്തിയപ്പോൾ ഞാൻ പലവട്ടവും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവരാരും അത് കേട്ടിട്ടില്ല എന്ന് പറയാണ്. അങ്കിളെ, എനിക്കെല്ലാം മനസ്സിലായി. അങ്കിൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കെല്ലാം അറിയാം. ആ ഒരു നെക്ലസിന്റെ കഥയൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്കിളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന്. അങ്കിളെ നോക്ക്, അങ്കിള് എന്നോട് ക്ഷമിക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി തറവാട്ടിലുള്ളവരോട് ക്ഷമിക്കണം. ഞാൻ ആ തറവാട്ടിലുള്ളവരോട് ക്ഷമിക്കാനോ? ഒരിക്കലുമില്ല. എൻ്റെ ആജന്മ ശത്രുക്കൾ തന്നെയായിരിക്കും അവർ. എന്നും എന്നും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അങ്കിളെ, അങ്ങനെയൊന്നും പറയല്ല അങ്കിളെ. ഞാൻ പറയണത് അങ്കിള് ക്ഷമയോടുകൂടി കേൾക്ക്. അല്ല, എനിക്ക് കുറച്ച് കഥകൾ മാത്രമേ അറിയുള്ളൂ. മുത്തശ്ശൻ എവിടെയെന്നോ ഓസ്ട്രേലിയന്നോ ജർമ്മനിന്നോ അവിടെ എന്തൊക്കെയോ ഒരു ജോലിസ് കൊണ്ടുവന്നോ, അത്
ആ അപ്പച്ചി എടുത്ത് മാറ്റി അതിന് ഡ്യൂപ്ലിക്കേറ്റ് പണിത് കൊടുത്തെന്നും എല്ലാം ഞാൻ അറിഞ്ഞു. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് മാത്രമാണോ അങ്കിളിനന്ന് പടി ഇറങ്ങേണ്ടി വന്നത്? അല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്കിള് വിരോധമില്ലെങ്കിൽ എന്നോട് പറയാവോ? അങ്ങനെയാണെങ്കിൽ അങ്കിളിനെ സഹായിക്കാൻ എനിക്ക് പറ്റും. നീ എന്തിനാ എന്നെ സഹായിക്കണത്? എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം, ആ ഒരു കാരണം കൊണ്ട് മാത്രമല്ല ആ ജലജ എന്ന് പറഞ്ഞവളെ ഞാൻ വെറുക്കുന്നത്. പല കാരണങ്ങളുണ്ട്. അതൊന്നും നിന്നോട് പറഞ്ഞു തരാൻ എനിക്ക് സൗകര്യവുമില്ല, സമയവുമില്ല. അങ്കിളെ, പ്ലീസ് അങ്കിളെ, നോക്ക്, ഞാൻ പറഞ്ഞല്ലോ, അങ്കിളിനെ ശത്രുവിനെ പോലെ കാണുന്നില്ല. അങ്കിളെ ഞാൻ ശത്രുവിനെ പോലെ ഇനി കാണത്തുമില്ല. അങ്കിൾ എന്നെ മനസ്സിലാക്കണം. അങ്കിള് അഭിനെ അവന്തികനെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കണം എന്ന് പറയണം. നിന്നെ സ്നേഹിക്കാനോ? ഒരിക്കലുമില്ല. അങ്കിളെ, പ്ലീസ് അങ്കിളെ, അങ്കിളൊന്ന് മനസ്സിലാക്കുക. ഞാൻ അങ്കിളെ ചതിക്കാനോ ഒന്നും വന്നതല്ല. ആ കഥയുടെ ബാക്കി അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നാഗേന്ദ്രൻ പറയണ്ടേ, നിന്നെ വിശ്വസിക്കാവോടാ? വിശ്വസിക്കാം അങ്കിളെ, തീർച്ചയായിട്ടും എന്നെ വിശ്വസിക്കാം. ശരി, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. കഥയൊന്നും പറയാനുള്ള സമയം എനിക്കില്ല. ഒരു കാര്യം മാത്രം പറയാം. ജലജ, അവള് നിങ്ങൾ ഉദ്ദേശിച്ചേക്കാളും അപ്പുറം തെറ്റുകൾ ചെയ്തു കൂട്ടിയവരാണ്. ഒരു പെണ്ണ് എന്തൊക്കെ തെറ്റ് ചെയ്യാൻ പാടില്ലേ അതെല്ലാം ചെയ്തവളാണ് എന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. ആ ഒരു നെക്ലസിന്റെ പേരിൽ മാത്രമല്ല, പല തെറ്റുകളും അവൾ എന്നോട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ ക്ഷമിച്ചതും സഹിച്ചതും മുത്തശ്ശൻ, അതായത് നിങ്ങളുടെ മൂർത്തി മുത്തശ്ശനെ വേണ്ടിയിട്ടും അതുപോലെ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പല തെറ്റുകളും അവളുടെ ക്ഷമിച്ചിട്ടുണ്ട്. എന്നിട്ട് അവസാനമാണ് അവൾ ഈ ഒരു ചതി കാണിച്ചപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. എനിക്ക് വേണമെങ്കിൽ അന്ന് വിളിച്ചു പറയായിരുന്നു. അവൾ ചെയ്ത തെറ്റുകൾ ഓരോന്നായിട്ട് എനിക്ക് എണ്ണി എണ്ണി പറയായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അത് പറഞ്ഞാലും നിന്റെ മുത്തശ്ശൻ എന്നല്ല, ആ കുടുംബത്തിൽ ആരും എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്കിളെ, അപ്പച്ചി ഒരുപാട് തെറ്റ് ചെയ്തെന്ന് അങ്കിള് പറഞ്ഞല്ലോ. അങ്കിളെ, അങ്കിൾ ഉദ്ദേശിച്ചത് അപ്പച്ചി വേറെ രീതിയിൽ അങ്കിളിനെ ഉപദ്രവിച്ചു എന്നാണോ? അതെ, അവളെന്നെ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതറിയാവോ? ആളുകളെ വിട്ട്. പിന്നെ ഞാനൊരു കഴിവ് കെട്ടവനായതുകൊണ്ട് പല ബന്ധത്തിലേക്കും അവൾ പോകാൻ വേണ്ടി പോയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഞാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ അവൾക്ക് വേറൊരാളായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. എൻ്റെ മക്കളെ ഓർത്ത് ഞാൻ അതെല്ലാം ക്ഷമിച്ചു. അവൾക്ക് ഒരു അവസരം കൂടി ഞാൻ കൊടുത്തു. അങ്ങനെ അവസരങ്ങൾ കൊടുക്കും തോറും അവൾ അത് മുതലാക്കിക്കൊണ്ടേയിരുന്നു. എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ ഒരു പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഇതെല്ലാം അന്ന് മുത്തശ്ശനോട് പറയാൻ തന്നെയാണ് ഞാൻ അങ്കിളിനോട് പോയത്. പക്ഷെ അതൊന്നും കേൾക്കാൻ പോലും നിന്നില്ല. ഞാനൊരു മരുമകനല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, മരുമക്കൾക്ക് ഒരു സ്ഥാനവും ഇപ്പോഴത്തെ മുമ്പെന്നല്ല ഇപ്പോഴും സമൂഹത്തിലില്ലല്ലോ. മരുമക്കൾ എന്ന് പറഞ്ഞാൽ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കെട്ടിച്ചു പോയ വീട്ടിൽ നിന്നതിന് അങ്ങനെ തന്നെയായിരിക്കും, ഒരു വിലയുണ്ടാവില്ല എന്നൊക്കെ പറയണം. അങ്കിളെ, എനിക്കിപ്പോൾ ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്കിള് വിഷമിക്കണ്ട. അങ്കിളുടെ കൂടെ ഞാനുണ്ട്, എൻ്റെ ഭാര്യ നയനയുണ്ട്. ഇനി ഒരിക്കലും ഞങ്ങൾ അങ്കിളിനെ ഒരു ശത്രുവിനെ പോലെ കാണില്ല. അങ്കിളുടെ അടുത്ത് ഒരു അപേക്ഷയുണ്ട്, ഞങ്ങളെ ശത്രുവിനെ പോലെ കാണരുത്. പിന്നെ അങ്കിളെ, വർഷങ്ങൾക്ക് മുമ്പ് അങ്കിളിനെ ഉപദ്രവിച്ച ജലജപ്പച്ചിക്ക് ഒരു അടിപൊളി പണി തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരാണ് വീടിനെ പുറത്താവേണ്ടത്. അവരൊരുപാട് ദ്രോഹങ്ങൾ എന്നോടും നയനയെടുത്തും എല്ലാവരോടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ നയനെ എത്ര പ്രാവശ്യം അവർ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ടുണ്ടെന്ന് അങ്കിളിനെ അറിയാവോ? അതിൻ്റെയൊക്കെ ദേഷ്യവും ഭാഗ്യം എനിക്ക് നന്നായിട്ടുണ്ട്. അവരെ ഞാൻ എല്ലാം കൂടി ആക്കിയിട്ട് തെളിവടക്കം മുത്തശ്ശിന് മുമ്പിൽ നിർത്തുന്നുണ്ട്. അവരെ ചവിട്ടി പുറത്താക്കും. അങ്കിളിനോട് ഞാൻ മുത്തശ്ശിനെ കൊണ്ട് സോറി പറയിപ്പിക്കും, മാപ്പ് പറയിപ്പിക്കും. അങ്കിളുടെ മക്കളുടെ കൂടെ വീട്ടിൽ കഴിയാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് വാക്ക് കൊടുക്കുക കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല അടിപൊളി ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.